Good evening, ladies and gentlemen. A warm and heartfelt welcome to each one of you to the prestigious Golden Achievement Awards Dubai Kerala 3rd edition 2026. The Grand 2026 Kerala edition, celebration of excellence and accomplishment. This magnificent evening is proudly presented by Global Media Events Dubai under the chief patronage of His Excellency Dr. Mohammed Saeed Al Kindi, Honourable Former Minister, Government of the United Arab Emirates, in association with the Confederation of Kerala Chamber of Commerce and Industry. Tonight, we gather to honour outstanding achievements, remarkable journeys, and inspiring success stories that continue to make us proud across the globe. And now, it is truly a pleasure to introduce the dynamic personality who will guide us through this memorable evening. He is none other than Mithun Ramesh, the Programming Director of Dubai's own Hit 96.7 FM, a celebrated television anchor and a well-known film actor. Good evening, everyone. Welcome to Global Media Presence Golden Achievement Awards. And when I say this, I say it with pride. 15th edition across the world and the 3rd edition right here in Trivandrum. Associating with the Kerala Confederation of Kerala Chamber of Commerce and Industry in presenting the Golden Achievement Awards, the 3rd season right here in Trivandrum. ഞാൻ ആദ്യം വേദിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ചാത്തന്നൂർ MLA ശ്രീ ബി ഗോപകുമാറിനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. എങ്ങനെയാണ് സാർ ഇവരോട് പറയാനുള്ളത് ചാത്തന്നൂരിലെ സാധ്യതകളെ കുറിച്ച്, കേരളത്തിലെ ബിസിനസ് സാധ്യതകളെ കുറിച്ച്, ഇന്ത്യയിലെ ബിസിനസ് സാധ്യതകളെ കുറിച്ച്? ചാത്തന്നൂരിന്റെ സാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്ന മുമ്പ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാധ്യതകളാണ് തീർച്ചയായും സാർ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത്. പുതിയ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിന് അനിവാര്യമാണ്. കേരളത്തിലെ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും പറഞ്ഞതും കേരളത്തിൽ നിലവിൽ 6.25 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. അത് കിഫ്ബിയുടെ കടബാധ്യതയും കൂടി ചേർക്കുമ്പോൾ അത് ഏതാണ്ട് 7 ലക്ഷം കോടി രൂപയാകും കേരളത്തിൻ്റെ കടബാധ്യത എന്നാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത്. അവിടെ ഏതൊരു സംസ്ഥാനത്തായാലും നമ്മുടെ സ്വന്തം വീടായാലും നമ്മുടെ സ്വന്തം സംരംഭമായാലും കടബാധ്യതയിലാകുമ്പോൾ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെയാണ് ശ്രീ ബിജു രമേശ് അദ്ദേഹം ഇവിടെ പറയുണ്ടായി ഒരു മാറ്റത്തിലേക്ക് കേരളം പോകുന്നുവെന്ന്. മുൻ ഗവൺമെൻറ് കാലഘട്ടത്തിലും ഇതേപോലെ ഒരുപാട് കോൺക്ലേവുകൾ, ഒരുപാട് ചർച്ചകൾ വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ മറ്റ് സംരംഭകരെയും ഒക്കെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ, കോൺക്ലേവുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. നിലവിലുള്ള കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം, ഈ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ഒരുപാട് വിദേശികളുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ പോയി വന്ന ആൾക്കാരുണ്ട്. അവർ അവിടെ തൊഴിലെടുത്ത് അല്ലെങ്കിൽ അവരുടെ വ്യവസായ സംരംഭങ്ങൾ നടത്തി നമ്മുടെ സംസ്ഥാനത്തിലേക്ക് പണം അയക്കുന്നു. ആ പണമാണ് ഈ സംസ്ഥാനത്ത് നിലവിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനം പോയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലകളിലുണ്ടാകുന്ന പല സംരംഭങ്ങളും, ഞാൻ കയറിൻ്റെയും കശുവണ്ടിയുടെയും കൈത്തറിയുടെയും നാട്ടിൽ നിന്ന് വരുന്നയാളാണ്. ഒരു കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കി കൊടുത്ത വ്യവസായ സംരംഭങ്ങളായിരുന്നു. പക്ഷേ ഇന്നത് പൂട്ടിക്കിടക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടബാധ്യത ഇന്നതാണ്. ഈ ഇരിക്കുന്നവരെ പോലുള്ളവരുടെ വലിയ സംഭാവനകളാണ് ഇനി കേരളത്തിൽ സാമ്പത്തിക രംഗത്ത് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ പറഞ്ഞു 30 ദിവസത്തിനകം കേരളത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അനുവാദം കൊടുക്കുമെന്ന്.
അപ്പോൾ അതടക്കം ഇത്രയും അധികം കടബാധ്യത നിൽക്കുന്ന ഈ സംസ്ഥാനത്തിന് പുതിയ ഒരു രീതിയിലേക്ക് പുതിയൊരു ദിശാബോധം നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം മാറണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിന് തന്നെയാണ്. അവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ധനകാര്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ചർച്ചയിൽ പറഞ്ഞൊരു വാചകം കൂടി നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കർണാടക സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 5% ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് സ്വകാര്യ മേഖലയ്ക്ക് സ്വകാര്യവൽക്കരിച്ച് പോയപ്പോൾ. അതേ മോഡലിൽ കേരളത്തിൽ സ്വകാര്യ സംരംഭകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് മാറ്റം വരുത്തുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ മാറ്റം ഉണ്ടായാൽ ശരിയാണ്, ഈ വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായി ഇന്ന് ആദരിക്കപ്പെട്ടവർ തീർച്ചയായും അവരവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരധികം പേരും വിദേശത്താണ് കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അവരുടെ കഴിവുകളെയും അവരുടെ പ്രവർത്തനത്തെയും ഈ സംസ്ഥാനം എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സാമ്പത്തിക രംഗത്ത്, വ്യവസായ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. അവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി എങ്ങനെ മാറി? സാധാരണ ഒരു രാജ്യത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, ഒരു രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും സാമ്പത്തിക സുസ്ഥിരതയും ഒരേപോലെ പോകില്ല എന്ന്. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം പ്രതിസന്ധിയിലായി. ലോകം അഭിമുഖീകരിക്കുന്ന പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന സമ്പന്ന രാഷ്ട്രം പോലും സാമ്പത്തിക സ്ഥിരതയിൽ GDPയുടെ വളർച്ചാ നിരക്കിൽ പിന്നോട്ട് പോയപ്പോൾ ഈ രാജ്യം GDP അടക്കമുള്ള മേഖലകളിൽ നമ്മുടെ രാജ്യം കൈവരിച്ചൊരു നേട്ടമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും മെച്ചപ്പെട്ട വ്യവസായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താൽ ഇതേപോലുള്ള വിദേശ സംരംഭകർ അവരുടെ കഴിവ് സ്വന്തം സംസ്ഥാനത്ത് പ്രയോജനപ്പെടുത്തും. ശ്രീ PG രമേശ് ഇവിടെ പറഞ്ഞു, അവർ വിദേശത്ത് വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നത് പോലെ അതിൽ നിന്ന് അവർ നേടിയെടുക്കുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ സംസ്ഥാനത്തും വിനിയോഗിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മെച്ചപ്പെട്ട ഒരു സംവിധാനം, ഒരു ഭരണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ടാവണം. അതിന് നല്ല രീതിയിൽ ഈ ഒരു കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കുന്നു, നല്ലൊരു ചർച്ച ഇവിടെ ആരംഭിക്കുന്നു. ആ ചർച്ച ഈ സംസ്ഥാനത്തിൻ്റെ സുസ്ഥിരമായ വികസനത്തിനും സുസ്ഥിരമായ സാമ്പത്തിക സ്ഥിതിക്കും പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ നല്ല ഒരു ചർച്ച സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thanks a lot for being such a wonderful audience. Thank you everyone. അടുത്ത എഡിഷനിൽ കാണും വരെ take care. Okay? Thank you everyone. Thanks a lot. Thank you.